സ്നേഹമുള്ളവരെ, സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും വിശുദ്ധിയുടെയും മാതാവായ മറിയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് ആദ്യം ഓടിയെത്തുക പരിമിതികളെയും ഭയങ്ങളെയും ദൈവത്തിൽ ആശ്രയിച്ച് തരണം ചെയ്ത ദൈവമാതാവായി തീർന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രമാണ്. ദൈവദൂതനായ ഗബ്രിയേൽ മാലാഖ മറിയത്തോട് മംഗളവാർത്ത അറിയിച്ച ദിവസം വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരമൂല്യ സന്ദേശം ലോകത്തിന് നൽകിയ ദിവസമാണ്. ആ സന്ദേശം കേട്ട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന മറിയത്തിൻ്റെ പ്രതികരണം ദൈവവിശ്വാസത്തിൻ്റെ ആഴവും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അനുസരണം എന്ന മഹാപുണ്യത്തിൻ്റെ മഹത്വവും നമ്മെ പഠിപ്പിക്കുന്നു. ഈ മറുപടിയിലൂടെ പരിശുദ്ധ അമ്മ ലോകരക്ഷകനെ ലോകത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് ദൈവമാതാവായി തീർന്നു. ഒരു സാധാരണ യുവതിയായിരുന്ന മറിയം ദൈവത്തിലുള്ള വിശ്വാസത്താൽ മഹത്വപൂർണവും ത്യാഗസമ്പുഷ്ടവുമായ ഒരു പാത തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അനുദിന ജീവിതത്തിൽ ദൈവം നമ്മെയും ഓരോ നിയോഗങ്ങൾക്കായി വിളിക്കുമ്പോൾ അതെത്ര വലിയ മഹത്വമുള്ളതാണെന്ന് തിരിച്ചറിയുവാനും ആ വിളിയോട് പൂർണ്ണമായി സഹകരിക്കുവാനും പരിശുദ്ധ അമ്മയിൽ നിന്ന് പഠിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി ഈശോ ഈ ക്രിസ്മസ് കാലത്ത് നമ്മെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നന്ദി.